ഹേയ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് ദിവസം കൊണ്ടിങ്ങനെ വിചാരിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. എന്നും എൻ്റെ ദിവസം ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ആയിരിക്കും. അപ്പം നമുക്ക് നേരെ ഇങ്ങനെ വീഡിയോയിലോട്ട് പോകാമല്ലേ. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഉറക്കം എണീക്കും. ഇക്കാക്ക് രാവിലെ 8 മണിയൊക്കെ ആകുമ്പം ജോലിക്ക് പോകുന്നതുകൊണ്ട് ഫുഡ് കൊടുത്തു വിടണം. അപ്പം അതുകൊണ്ട് അടുക്കളയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇക്കാക്ക് ഫുഡൊക്കെ കൊടുത്തു വിടും. അപ്പോൾ രാവിലത്തേക്കുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. ഒരു 8 മണിയാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് ഇക്കാക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റുള്ളതാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം വെളിയിലൊക്കെ പോയി നിന്ന്, കാരണം അവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നതിന് ശേഷം അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്നിവിടെ ആരുമില്ല, ഞാനും മോനും മാത്രമേ ഉള്ളൂ. കാരണം ഉമ്മക്കൊക്കെ ഇന്ന് പുറത്തോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ അവരൊക്കെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോയതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഈ തറവടക്കലും തൂക്കലും മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ഞാൻ റൂമുകൾ ഒതുക്കി തറയൊക്കെ തുടച്ച് തൂത്ത് അങ്ങനെയൊക്കെ നിന്ന്. എന്നൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, വൃത്തികേടായിട്ടെന്ന് കിടക്കുന്നു അന്ന് മാത്രം തുടങ്ങി. പിന്നെ അതുപോലെ ഇന്നിവിടെ ആരും ഇല്ലല്ലോ, അപ്പം വിചാരിച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം. എനിക്ക് കൂട്ടിനൊരാളുണ്ട്. നീ ഹായ് അവിടെ ഇരുന്നോ കേട്ടാ, ഞാൻ തുടയ്ക്കുന്നോണ്ട് അവിടെ കയറി ഇരിക്കുക. അങ്ങനെ അവനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവന് പുറത്തൊക്കെ തുടയ്ക്കാണ്ട് അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് വെള്ളത്തിന് ഇച്ചിരി ഫോഴ്സ് കുറവായതുകൊണ്ട് ഞാൻ വെള്ളം ഓസിൽ നിന്നാണ് എടുത്തിട്ട് ഇടുന്നത്. അതിന് ശേഷം പിന്നെ അകത്ത് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഞാൻ കഴുകി വെച്ചായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കിടന്ന് അതും കൂടെ കഴുകി വെച്ച് പാപ്പായുടെ റൂമൊക്കെ ഒതുക്കിയതിന് ശേഷം പിന്നെ എൻ്റെ റൂമും ഉണ്ടായിരുന്നു, അതും ഒതുക്കി. പിന്നെ കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല. മോൻ വെളിയിരിപ്പോണ്ട് ഞാൻ ഇങ്ങനെ ഫോണിൽ നിന്ന് റീൽസും കണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് മാമി എനിക്ക് കുറച്ച് ഗിഫ്റ്റുകൾ തന്നായിരുന്നു. കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് മാമിയുടെ ഉമ്മ ഗൾഫിൽ നിന്ന് തന്നായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു. അപ്പോൾ അതെന്താണെന്നുകൂടി ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മുറ്റം തൂക്കം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മുറ്റം തൂന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യാറ്. വേറെ ഒന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. മോൻ ഉറങ്ങി, പിന്നെ ഇവിടെ ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്ത് ഇങ്ങനെ അങ്ങ് ഇരിക്കില്ല എന്നുണ്ടെങ്കിൽ റീൽസ് തോണ്ടി ഇങ്ങനെ ഇരിക്കും. ഓണപ്പരിപാടി കഴിഞ്ഞ് ഇതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ കുറച്ച് ഗിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അടുക്കി വെക്കാമെന്ന് വിചാരിച്ച്, വേറെ പണിയൊന്നും ഇല്ല ഇപ്പം. അങ്ങനെ അതൊക്കെ അടുക്കി വെക്കാമെന്ന് വിചാരിച്ച്, അങ്ങനെ അവ ഉറങ്ങുന്ന സമയത്ത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊക്കെ അടുക്കി വെക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ലതുപോലെ ഉറക്കം വന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊക്കെ അടുക്കി ഒതുക്കി വെച്ചിട്ട് അങ്ങനെ ഞാനും അവൻ്റെ കൂടെ കിടന്നുറങ്ങി. ഒരു 3:30-4 മണിയായപ്പോൾ ഞാൻ എണീറ്റ്, കാരണം വെളിയിൽ ഉമ്മായി ഇത്തായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പായി വന്ന്, പിന്നെ മോൻ ഇപ്പോഴും കിടന്നുറങ്ങുവാണ്. അവൻ കുറച്ച് കഴിയും ഉറക്കം എണീക്കുക. ആ നേരം കൊണ്ട് ഞാൻ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് വെളിയിൽ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അവിടെ മഴയൊക്കെ കുറച്ച് കുറവുണ്ട്. വീട്ടിൽ സ്ഥിരം വരുന്ന ആളുകളൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. പിന്നെ ഉള്ള സമയം കൊണ്ട് തന്നെ തുണിയൊക്കെ മടക്കി വെച്ച്, കാരണം വാഷിംഗ് മെഷീനിൽ ഉണങ്ങിയാൽ വരുന്നത് കൊണ്ട് പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ചെറുതായിട്ടൊന്ന് വെയിൽ ഒളിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ കുറച്ച് മഴയൊക്കെ കുറവുള്ളതുകൊണ്ട് എല്ലാം ഒന്ന് ഉണക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ ഇപ്പം അവിടെ അകത്ത് നിന്നപ്പോൾ വെള്ളം തിളച്ചു. അപ്പം തന്നെ കുറച്ച് തേയിലപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കട്ടൻ ചായയൊക്കെ എടുത്തുകൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ അവിടെ കുറച്ച് മാറ്റി വെച്ച്, കാരണം ചൂടുണ്ടായിരുന്നു. നാളെ രാവിലെ തന്നെ അവർക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് നമ്മൾ ഒരു 4:30 ആകുമ്പോൾ തന്നെ അടുത്ത് വൈകുന്നേരം ചോറ് വെക്കും, കാരണം പിറ്റേന്ന് രാവിലത്തേക്ക് എടുക്കാൻ വേണ്ടി. അപ്പം അടുപ്പിൽ ഞാൻ വെള്ളമൊക്കെ ഇട്ട് വെച്ച് ബാക്കി പിന്നെ ഉമ്മ അങ്ങ് നോക്കിക്കോളും. സ്കൂളിൽ പഠിക്കാൻ പോണേ? ഗുഡ് ബോയ്. ബുക്ക് എടുക്കാൻ പോണ? പാപ്പാണെങ്കിൽ അവിടെ TV കണ്ടോണ്ടിരിക്കും. അപ്പം നിങ്ങൾ ശരി ഇതാണോ എൻ്റെ ഡെയിലി ഇങ്ങനെയാണോ? ഡെയിലി ഇങ്ങനെയൊന്നും അല്ല. ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും സഹായിച്ചു കൊടുക്കത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉമ്മ തന്നെയാണ് വെക്കാറ്. ഞാൻ എൻ്റെ കാര്യവും എൻ്റെ ഇക്കയുടെ കാര്യവും വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ അങ്ങ് പോകും. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നതിനേയും കാട്ടി എനിക്ക് ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടം. അത്ര എന്തോ ഒരു വൈബാണ് ഇവിടെ ഞങ്ങളെല്ലാവരും ആയിട്ട്.
മാഷാഅല്ലാ. പിന്നെ അരി കഴുകിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാങ്കൊക്കെ വിളിച്ചപ്പോൾ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഇപ്പം യാസീൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ സമയത്തൊക്കെയാണ് ഇക്ക വരാറില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ലേറ്റ് ആവും. അപ്പം പിന്നെ ഉള്ള സമയം കൊണ്ട് ഇപ്പം ഞാൻ തുണിയൊക്കെ മടക്കി വെച്ച് അപ്പോഴത്തേക്കിന് ഇക്ക വന്ന് പിന്നെ കുറച്ച് നേരം അവനുമായിട്ട് ഇങ്ങനെ ബൈക്കിലൊക്കെ ഇരുന്ന് കളിയാണ് അവർക്ക് രണ്ടുപേർക്ക്. അതിനുശേഷം പിന്നെ വീട്ടിൻ്റെ അകത്തോട്ടൊക്കെ കയറാറ്. ഇവിടെ പിന്നെ നബിദിന പരിപാടി കഴിഞ്ഞിട്ട് ഈ ലേറ്റൊന്നും ഇവിടെ ഒന്നും അഴിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴും ഇവിടെ ലേറ്റൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇക്ക എനിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് മുട്ടായൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്നതിന് ശേഷം ഇക്കാലത്ത് പറയാം നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന്. അങ്ങനെ ദൂരം എവിടെയൊന്നുമില്ല, അടുത്തൊക്കെ പോയി ചെറുതായിട്ടൊന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മോനിക്ക് ചിലപ്പോൾ ഫ്രൂട്ട്സ് മേടിച്ച് പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചിട്ടൊക്കെയാണ് വരാറ്. ഇപ്പോൾ വർഷം പോയപ്പോഴത്തേക്ക് ഫ്രൂട്ട്സും മേടിച്ച് പിന്നെ എനിക്ക് ഡയറി വാങ്ങണമായത്. അങ്ങനെ ഡയറിയും കൂടെ വാങ്ങിച്ച് പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളങ്ങ് വന്ന് അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കിനും വാപ്പ മന്തി മേടിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അതൊക്കെ നമ്മളിരുന്ന് കഴിച്ചതിന് ശേഷം അടുത്തേക്കാക്കുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെയും കൂട്ടിക്കൊണ്ട് വീട്ടിന് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ക്യാരം ബോർഡ് കളിക്കും. കാരണം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരം ബോർഡ് കളിക്കാൻ. പിന്നെ ഞാനും നാത്തൂൻ്റെ മോനും ഇക്കായും കൂടെയാണ് ഇപ്പോൾ ക്യാരം ബോർഡ് കളിക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനും അബ്ബായും റൂമിൽ ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ 3 പേര് ഇതൊക്കെ തന്നെ റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഏത് സമയം ചിലപ്പോൾ 2 പേരും കൂടെ അടിയൊക്കെ ആയിരിക്കും. ഞാനും ഇക്കായല്ല മോനും അബ്ബായുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം സംസാരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞും അവൻ്റെ അരച്ചിലും ബഹളവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി കിടന്നുറങ്ങും. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.